നീലകേദാരപുരം രാജ്യം സമാധാനം വീണ്ടെടുത്തു. നീലയൗവനിയുടെ ഭരണത്താലും ചന്ദ്രശേഖരന്റെ സേനാനേതൃത്വത്തിന് കീഴിലും നാട് അഭിവൃദ്ധി പ്രാപിച്ചു. അവരുടെ സ്നേഹവും നേതൃത്വവും ജനങ്ങളെ പ്രചോദിപ്പിച്ചു. ഒരിക്കൽ ദുഃഖത്തിലായിരുന്ന കൊട്ടാരം ഇപ്പോൾ സന്തോഷത്തിലായി. എന്നിരുന്നാലും സമാധാനം ദുർബലമായിരുന്നു. മുൻകാല സംഘർഷങ്ങളുടെ പ്രതിധ്വനികൾ ഇപ്പോഴും നിഴലുകളിൽ തങ്ങിനിൽക്കുന്നു. രുദ്രപാണ്ഡിയുടെ മരണത്തിന് മാസങ്ങൾക്ക് ശേഷവും കലാപത്തിന്റെ മർമ്മരങ്ങൾ ഉയർന്നുവരാൻ തുടങ്ങി. രുദ്രപാണ്ഡിയുടെ ഇളയ സഹോദരൻ ഘോരപാണ്ഡി പ്രതികാരത്താൽ ജ്വലിച്ച ഒരു ക്രൂരനായി മാറി. തന്റെ സഹോദരന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു. തന്ത്രങ്ങൾക്കും ക്രൂരതയ്ക്കും പേരുകേട്ട ഘോരപാണ്ഡി അയൽപ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ ശേഖരിക്കാൻ തുടങ്ങി. തന്നോടൊപ്പം ചേരുന്നവർക്ക് സമ്പത്തും അധികാരവും വാഗ്ദാനം ചെയ്തു. നീലകേദാരപുരത്തിലെ ഭരണാധികാരികളെ അട്ടിമറിച്ച് രാജ്യം സ്വന്തമാക്കുക എന്നതായിരുന്നു അവന്റെ ആദ്യ ലക്ഷ്യം. ഒരു വൈകുന്നേരം ചന്ദ്രശേഖരനും നീലയൗവനിയും കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിലൂടെ നടക്കുമ്പോൾ കാവൽക്കാർക്കിടയിൽ ഒരു അസ്വസ്ഥത അവർ ശ്രദ്ധിച്ചു. കാവൽക്കാരന്റെ നേതാവ് ഗുരുതരമായ വാർത്തയുമായി അവരെ സമീപിച്ചു. രാജകുമാരി ചാരന്മാരെ പടിഞ്ഞാറൻ അതിർത്തിക്ക് സമീപം പിടികൂടിയിരിക്കുന്നു. വീരപാണ്ഡിയുടെ ഇളയ സഹോദരൻ ഘോരപാണ്ഡി നമ്മുടെ രാജ്യതന്ത്രങ്ങൾ മനസ്സിലാക്കാൻ ചാരന്മാരെ അയക്കുകയും നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുക എന്നതാണ് അവരുടെ പദ്ധതി. ചന്ദ്രശേഖരന്റെ താടിയെല്ല് മുറുകി. ഘോരപാണ്ഡി, ഞാൻ അയാളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. രുദ്രപാണ്ഡിയുടെ സഹോദരൻ, അദ്ദേഹം ശബ്ദമുയർത്തി പറഞ്ഞു. ഇത് അപ്രതീക്ഷിതമല്ല, പക്ഷേ അത് അപായമാണ്. നമ്മൾ വേഗത്തിൽ പ്രവർത്തിക്കണം. എപ്പോഴും തന്ത്രജ്ഞയായ നീലയൗവനി തുടർന്നു പറഞ്ഞു. ഈ കലാപം വേരൂന്നുന്നത് അനുവദിക്കാനാവില്ല, പക്ഷേ ജനങ്ങൾ സുരക്ഷിതരും ഐക്യത്തോടെയും തുടരുന്നുവെന്ന് ഉറപ്പാക്കണം. നീലകേദാരപുരം പിടിച്ചടക്കുക എന്നതാണ് ഭീരുവായ ഘോരപാണ്ഡിയുടെ ലക്ഷ്യം. അത് ഞാൻ അനുവദിക്കില്ല. ഘോരപാണ്ഡിയുടെ തന്ത്രങ്ങൾ കണ്ടെത്തുന്നതിനൊപ്പം രാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതി അവർ ഒരുമിച്ച് ആവിഷ്കരിച്ചു. ചന്ദ്രശേഖരൻ യോദ്ധാക്കളെ നയിച്ചു. വരാനിരിക്കുന്ന യുദ്ധങ്ങൾക്കായി അവരെ അക്ഷീണം പരിശീലിപ്പിച്ചു. അതേസമയം നീലയൗവനി ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും മുൻപ് രുദ്രപാണ്ഡിയുമായുള്ള യുദ്ധത്തിൽ മക്കളെയും ഭർത്താക്കന്മാരെയും അച്ഛനെയും നഷ്ടപ്പെട്ടവരെ സമാധാനിപ്പിക്കുകയും ജ്ഞാനവും കാരുണ്യത്തോടെയും ജനങ്ങളെ ആശ്വസിപ്പിക്കുകയും അണിനിരത്തുകയും ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ മനോവീര്യം നിലനിർത്താൻ പ്രവർത്തിച്ചു. ഒരു രാത്രിയിൽ ചന്ദ്രശേഖരൻ തന്റെ സൈനികരെ ഒരു രഹസ്യാന്വേഷണ ദൗത്യത്തിനായി ഒരുക്കുമ്പോൾ നീലയൗവനി ആശങ്കയോടെ അവന്റെ അടുത്തേക്ക് വന്നു. അവൾ മൃദുവായി പറഞ്ഞു, നീ വളരെയധികം സാഹസങ്ങളും ഉത്തരവാദിത്വങ്ങളും രാജ്യസുരക്ഷയും ഏറ്റെടുക്കുകയാണ്. നിന്നെ നഷ്ടപ്പെടുമെന്ന ചിന്ത എനിക്ക് സഹിക്കാൻ കഴിയില്ല. ചന്ദ്രശേഖരൻ അവളുടെ തോളിൽ ആശ്വാസകരമായി തലോടിക്കൊണ്ട് പറഞ്ഞു, എന്റെ രാജ്ഞിയെ, അമ്മയുടെ സ്നേഹവും സുന്ദരമായ മനസ്സും എനിക്ക് ഏത് അപകടത്തെയും നേരിടാനുള്ള ധൈര്യം നൽകുന്നു. എന്തുതന്നെയായാലും നിന്നിലേക്ക് മടങ്ങിവരുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ടും ഓരോ ദിവസം കഴിയുന്തോറും അവൾക്ക് അപകടഭീതി വർദ്ധിച്ചു. ഘോരപാണ്ഡിയുടെ സൈന്യം അതിർത്തികളിൽ ഏറ്റുമുട്ടലുകൾ നടത്താൻ തുടങ്ങി. രാജ്യത്തിന്റെ പ്രതിരോധത്തെ പരീക്ഷിച്ചു. എക്കാലത്തെയും നിർഭയനായ യോദ്ധാവായ ചന്ദ്രശേഖരൻ തന്റെ സൈന്യത്തെ യുദ്ധത്തിലേക്ക് നയിച്ചു. സമാനതകളില്ലാത്ത വൈദഗ്ധ്യത്തോടെ ആക്രമണങ്ങളെ ചെറുത്തു. എന്നാൽ ഘോരപാണ്ഡിയുടെ യഥാർത്ഥ പദ്ധതി വളരെ വഞ്ചനാപരമായിരുന്നു. കൊട്ടാരത്തിൽ ഒരു വലിയ ആഘോഷത്തിന്റെ രാത്രിയിൽ സഞ്ചാരവ്യാപാരിയുടെ വേഷം ധരിച്ച ഘോരപാണ്ഡിയും അവന്റെ വിശ്വസ്തരായ ഒരു കൂട്ടം ആളുകളുമായി കൊട്ടാരത്തിലേക്ക് നുഴഞ്ഞുകയറി. നീലയൗവനിയെ തട്ടിക്കൊണ്ടുപോകാനും ചന്ദ്രശേഖരനെ ദുർബലപ്പെടുത്താനും ആയിരുന്നു അവരുടെ ലക്ഷ്യം. ഇരുട്ടിന്റെ മറവിൽ അവന്റെ ആളുകൾ കാവൽക്കാരെ കീഴടക്കി നീലയൗവനിയുടെ അന്തഃപുരത്തേക്ക് കടന്നു. രാജകുമാരി ധീരമായി പോരാടി. അവളുടെ പരിശീലനവും ദൃഢനിശ്ചയവും തിളങ്ങി. പക്ഷേ അവർ എണ്ണത്തിൽ കൂടുതലായിരുന്നു. ഘോരപാണ്ഡി ദുഷ്ടപുഞ്ചിരിയോടെ അവളെ നേരിട്ടു. നിന്റെ കാമുകനായി വന്നവൻ, നീലകേദാരപുരത്തിന്റെ പുതിയ വീരൻ. എന്റെ സഹോദരനെ തോൽപ്പിച്ചിരിക്കാം, കൊന്നിരിക്കാം. പക്ഷേ അവൻ നിന്നെയും നിന്റെ രാജ്യത്തെയും രക്ഷിക്കില്ല. എന്താണ് സംഭവിച്ചതെന്ന് നീ മനസ്സിലാക്കുമ്പോഴേക്കും നീയും നിന്റെ പ്രജകളും അവന്റെ അടിമകൾ ആയിരിക്കും. ഘോരപാണ്ഡി പരിഹസിച്ചു. ചന്ദ്രശേഖരൻ കൊട്ടാരത്തിലുടനീളം തന്റെ ഏറ്റവും വിശ്വസ്തരായ ആളുകളെ നിർത്തിയിരുന്നെങ്കിലും ഒരു സംഘം രത്നവ്യാപാരികളായി ഘോരപാണ്ഡിയും അവന്റെ ആളുകളും നീലയൗവനിയെ ആക്രമിക്കാൻ തുടങ്ങിയ നിമിഷം തന്റെ രാജകുമാരിയുടെ അന്തഃപുരത്തിൽ ഘോരപാണ്ഡി വേഷം മാറി പ്രവേശിച്ചിരിക്കുന്നു എന്ന് ചന്ദ്രശേഖരന് മുന്നറിയിപ്പ് ലഭിച്ചു. അവൻ അന്തഃപുരത്തിലേക്ക് കോപത്താൽ പാഞ്ഞുകയറി.
വാള് ചന്ദ്രപ്രകാശത്തിൽ തിളങ്ങി. ആക്രമണം സ്ത്രീകളോടല്ല ഭീരു. ചന്ദ്രശേഖരൻ ഗർജിച്ചു. ഘോരപാണ്ഡി അവന്റെ നേരെ തിരിഞ്ഞു, കത്തി ഊരി. ഓയ്! മഹാനായ ചന്ദ്രശേഖരൻ എന്റെ കൈകൊണ്ട് മരിക്കാൻ വരുന്നു. ഘോരപാണ്ഡി പരിഹസിച്ചു. തുടർന്നുള്ള യുദ്ധം കഠിനമായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവളെ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. ക്രൂരതയോടെ ചന്ദ്രശേഖരൻ പോരാടി. അതേസമയം ഘോരപാണ്ഡിയുടെ പ്രഹരങ്ങൾ വെറുപ്പും പ്രതികാരവും കൊണ്ട് നിറഞ്ഞിരുന്നു. ഏറ്റുമുട്ടൽ അന്തഃപുരത്തിൽ പ്രതിധ്വനി വാളുകളുടച്ചു. നീലേവനി ചന്ദ്രശേഖരനിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ നോക്കിനിന്നു. ക്രൂരവും ക്ഷീണിപ്പിക്കുന്നതുമായ ഒരു പോരാട്ടത്തിനു ശേഷം ചന്ദ്രശേഖരൻ അവസാന പ്രഹരം നൽകി. ഘോരപാണ്ഡിയുടെ ജീവിതം അവസാനിപ്പിച്ചു. ശേഷിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാർ കീഴടങ്ങി. ചന്ദ്രശേഖരൻ നീലേവനിയെ ചേർത്തുപിടിച്ചു. വികാരഭരിതമായി അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴും രാജകുമാരിയുടെ സംരക്ഷകനായി ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ? നീലേവനി കണ്ണീരണിഞ്ഞു പുഞ്ചിരിച്ചു. എന്റെ പ്രാണനെ, ഞാൻ എപ്പോഴും നീയാൽ സുരക്ഷിതയാണ്. ഇപ്പോഴും നിന്നിൽ വിശ്വസിക്കുന്നു. പ്രണയം കൂടുതൽ ആഴത്തിലായി. അവരുടെ സ്നേഹം താമരപ്പൂക്കൾ പോലെ വിരിഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളിൽ വിരിഞ്ഞ അവരുടെ സ്നേഹം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ശക്തമായി ഹൃദയങ്ങളെ ഒന്നിപ്പിച്ചു. കൊട്ടാരത്തിൽ ദിവസങ്ങൾ കടമകളാൽ നിറഞ്ഞിരുന്നു. രാജകുമാരിയും യോദ്ധാവും രാജ്യത്തിന്റെ ക്ഷേമത്തിനായി സ്വയം സമർപ്പിച്ചു. ഇനി ഒരു ശത്രുവിനും നീലകേദാരപുരത്തിന്റെ മതിലുകൾ തകർക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാൻ ചന്ദ്രശേഖരൻ കൊട്ടാരം കാവൽക്കാരെ ശക്തമാക്കി. നഗരത്തിന്റെ കോട്ടകൾ മേൽനോട്ടം വഹിച്ചു. നീലേവനി ആഭ്യന്തര ക്ഷേമ കാര്യങ്ങളിൽ മുഴുകി. ഉപദേശകരോടൊപ്പം ഇരുന്നു. നയങ്ങൾ തയ്യാറാക്കി. തന്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഗ്രാമങ്ങൾ സന്ദർശിച്ചു. എന്നാൽ രാത്രികൾ അവരുടേതായിരുന്നു. ഒരു വൈകുന്നേരം ദിവസത്തിലെ കടമകൾ പൂർത്തിയാക്കിയ ശേഷം ചന്ദ്രശേഖരൻ നീലേവനിയെ കൊട്ടാരം ഉദ്യാനത്തിലേക്ക് ക്ഷണിച്ചു. അവൾ കൊട്ടാരമുറ്റത്തെ തടാകത്തിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രപ്രകാശം അവളിൽ ഒരു വെള്ളി തിളക്കം പരത്തി. അവൾ മൗനത്തിലായിരുന്നു. ചന്ദ്രശേഖരൻ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സൗമ്യമായ ശബ്ദത്തിൽ ചോദിച്ചു, കുമാരി, രുദ്രപാണ്ഡിയിൽ നിന്നും ഘോരപാണ്ഡിയിൽ നിന്നും നമ്മൾ രാജ്യത്തെ ധീരമായി രക്ഷിച്ചിരുത്തില്ലേ? കുമാരി, എന്തിനാണ് അങ്ങ് അസ്വസ്ഥയായിരിക്കുന്നത്? തുടർന്ന് കാണുവാനായി ഈ പേജ് ഫോളോ ചെയ്യൂ. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തൂ. എല്ലാവർക്കും നന്ദി. ഹാപ്പി ഡേ.